നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആനന്ദ് ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ആനന്ദ് ബാലനോട് പറഞ്ഞു, അച്ഛാ അച്ഛാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. എടാ മോനെ, പോലീസ് എന്തിന്? അവരെന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞ. മീനു, നീ ഒന്ന് വിളിക്ക, പോലീസിനെ വിളിക്ക. നീ വിളിച്ചിട്ടുണ്ടെ പെട്ടെന്ന് തന്നെ പോലീസ് വരും. ഇവരെല്ലാം വന്ന് അറസ്റ്റ് ചെയ്യട്ടെ. എന്റെ കുഞ്ഞിനെ ഇവര് കൊന്നുകളഞ്ഞു. എന്റെ കുഞ്ഞിനെ കൊന്നതിന് എനിക്ക് പകരം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് ഭ്രാന്തനായിട്ട് പെരുമാറുവാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ മോനെ, അങ്ങനൊന്നും പറയരുത്, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനൊന്നും അല്ലമ്മേ, എന്റെ കുഞ്ഞിനെ ഇവര് കൊന്നുകളഞ്ഞ, അല്ലെങ്കിൽ ഒന്ന് വീണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞു മരിച്ചു പോയെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? പിന്നീട് ആനന്ദ് അങ്ങോട്ട് എഴുന്നേറ്റു. അവിടെ ഇരുന്ന് കുറെ സാധനങ്ങളൊക്കെ, ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകർത്തെറിയുവാണ്. പിന്നീട് അവിടേക്ക് എന്നിട്ട് കസാര എടുത്തിട്ട് ആ ചില്ലൊക്കെ അങ്ങോട്ട് പൊട്ടിക്കാനായിട്ട് ഓങ്ങുവാണ്. അപ്പോഴേക്കും ബാലൻ കയറി പിടിച്ചു. എടാ മോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ കേൾക്കത്തില്ല അച്ഛാ, ഞാൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടുത്തെ അറ്റൻഡർമാരും നേഴ്സും ഒക്കെ ഓടി വന്നു ആനന്ദിനെ പിടിക്കുവാണ്. പിന്നീട് ആനന്ദിനോട് പറഞ്ഞു, ദേ സാർ ഇങ്ങനെ വിഷമിക്കല്ലേ, സാർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. വരാനോ? എങ്ങോട്ടേക്ക്? ഞാൻ എങ്ങോട്ടേക്ക് വരണ്ടേന്ന് ചോദിച്ചു. അതെ, സാറിന്റെ കുഞ്ഞു മരിച്ചിട്ടൊന്നും ഇല്ല, സാറിന്റെ കുഞ്ഞിനെ കാണണ്ടേന്ന് ചോദിച്ചു. ആ കണ്ടില്ലേ അച്ഛാ പറയണേ, എന്റെ കുഞ്ഞു മരിച്ചിട്ടില്ലാന്ന്. എന്നിട്ട് ഇവർ ആദ്യം എന്താ എന്നോട് പറഞ്ഞേ? കള്ളത്തരം പറഞ്ഞില്ല എന്റെ കുഞ്ഞു മരിച്ചു എന്ന്. ഇപ്പൊ കണ്ടോ അച്ഛാ, സത്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും ഇവർക്ക് ആകെപ്പാടെ പേടിയായി. ഇപ്പൊ കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ആനന്ദ് കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച കുറച്ച് കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ആനന്ദിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. ഈ സമയം ആനന്ദ് അത് മേടിച്ച് നെഞ്ചോടി എടുത്തു. ഇനി പോകാം, ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് വരാം അച്ഛാന്ന് പറഞ്ഞു. നേഴ്സുമാരും അറ്റൻഡർമാരും ആനന്ദിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിനും ഗോമതിയും ബാലനും ഒക്കെ തകർന്നു പോയി. കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നല്ല അപ്പുറം വരുന്നത്. അതുപോലെ തന്നെ മീനുവിനും അതുപോലത്തെ കാഴ്ചകളായിരുന്നു. കാരണം ആനന്ദിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല തൻ്റെ കുഞ്ഞും ജീവനോടെ ഇരുന്ന്. അത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ട് ഓരോ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുമായിരുന്നു തൻ്റെ കുഞ്ഞൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അപ്രതീക്ഷിതമായ ഒരു അടി കിട്ടുന്നത്. അത് ആനന്ദിന്റെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദിനെ അവിടെ നിന്ന് മാറ്റി സെഡേഷൻ കൊണ്ട് കിടത്താനായിട്ടാണ് ആനന്ദിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതേ സമയം ദേവമംഗലത്ത് അനു തന്റെ ബാഗിനകത്തേക്ക് കുറെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോഴേക്ക് സുകന്യ വന്നിട്ട് ചോ, ഇതെന്താനു, നീ ഇതെന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പോകുമെന്ന് പറഞ്ഞു. പോവാനോ? എങ്ങോട്ടെങ്കിലും പോവാ, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? നീ എങ്ങോട്ടാ പോകുന്നേ? പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനെ ഞാൻ വഞ്ചിച്ചു. അച്ഛൻ എന്നിൽ എന്തൊരു വിശ്വാസമായിരുന്നു, ഞാൻ അത് തകർത്തെറിഞ്ഞു. ഇനി അച്ഛൻ്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ നിൽക്കും? അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുകന്യക്ക് തോന്നി, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്, ഇവള് പോയാൽ ശരിയാവത്തില്ലല്ലോ. സുകന്യ പറഞ്ഞു, നീ എന്ത് വിഡ്ഢിത്തരവാ അനു പറയണേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലേണ്ണും ഗോമതി ചേച്ചിക്ക് സന്തോഷമാവെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നീ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം കൂടത്തല്ലേ ഉള്ളൂ. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അതെ സുകന്യേച്ചി, എനിക്ക് പറ്റില്ല, അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അനു കിടന്ന് കരയുവാണ്. നീ ഫേസ് ചെയ്തേ മതിയാവുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അലോകിന്റെ കാര്യം. അലോക് അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? അലോകിന്റെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം കൃഷ്ണമംഗലംകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ ഇരിക്കുവോ? അവര് വെല്ലുവിളികളായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ നടക്കാൻ പോണേ? അവൻ വെറുതെ ഇരിക്കുവോ? അവനെ കൊല്ലാൻ നോക്കിയവരെ അവൻ വെറുതെ വിടുവോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുവിന് ആകെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് സുകന്യ അലോകിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം അനുവിനോട് വന്നു പറഞ്ഞു, മോളെ നീ ഒന്ന് ആലോചിച്ചേ, അലോക് എത്ര പാവമെന്ന്. കാര്യം പറഞ്ഞ അവൻ ഇച്ചിരി എടുത്തുചേട്ടം പൊട്ടത്തരമൊക്കെ ഉണ്ട്. നിന്നെ കാണാൻ വേണ്ടിട്ടല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വന്നേ. അത് നിന്നോട് അത്രയധികം സ്നേഹം ഉണ്ടായിട്ടല്ലേ. അവന്റെ തലയ്ക്ക് അടി കിട്ടി, അവന് മരണത്തോട് മല്ലിരിച്ച് ഇവിടെ കിടന്നു. നീ കണ്ട കാര്യമല്ലേ? അതൊക്കെ എന്തിനാ? നിനക്ക് വേണ്ടിയിട്ട്, നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട്. എന്നിട്ട് പോലും അവൻ നിന്നെ വെറുത്തോ? ഇല്ലല്ലോ, പാവമായിട്ടല്ലേ അത്. നീ എന്താ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ? അവനെ നീ വെറുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് മോളെ. നീ ഇവിടുന്ന് പോയിട്ടുണ്ട് എങ്ങനെയാ ശരിയാന്നേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഹനുവിന് ആകെപ്പാടെ വെപ്രാളമായി, എന്ത് ചെയ്യണമെന്നറിയില്ല. സുകന്യ അതും പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അനു ഭാഗമൊക്കെ കട്ടിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. ഇതേ സമയത്ത് ബാലിനും ഗോമതിയൊക്കെ വല്ലാതെ വിഷമിച്ചോടെ ഇരിക്കുന്നുണ്ട്. കുറച്ചു മാറിയായിട്ട് ശ്രീദേവി അല്ല മീനാക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ പേഷ്യന്റ് ബോധം വീണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. ഇതേ സമയത്ത്
ബാലനോട് ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ടൻ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ? ഞാൻ മിക്ക ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. പ്രാർത്ഥന കൂടി പോയിട്ടാണോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോവില്ല. വീട്ടിൽ വിളക്ക് പോലും കത്തിക്കില്ല. രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തി കുടുംബത്തിന് ഐശ്വര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവളായി ഗോമതി. എന്നിട്ട് എല്ലാം ഒറ്റ നിമിഷം കൂടെ തല്ലിക്കെടുത്തില്ലേ ദൈവം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? ദൈവമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, നമുക്ക് ഓരോന്നൊക്കെ അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചാൽ മതിയാവുള്ളൂ. അതെ, ഈ സ്വാമി പോറ്റി അടുത്ത് നമ്മൾ അന്ന് ആ ദേവിമാല ക്ഷേത്രത്തിൽ ചെന്ന് എത്ര പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയതാ ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകാനായിട്ട്. എന്നിട്ട് മാറിയോ? ഇല്ലല്ലോ. ബാലൻ പറഞ്ഞു, ഒരു പക്ഷെ അതിന്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. കാഠിന്യം. എനിക്കിപ്പോ ഒരു ദൈവത്തിലും വിശ്വാസമില്ല ബാലേട്ടാ. ദൈവങ്ങളൊക്കെ വെറുതെയാ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലിന്റെ നെഞ്ചിലേക്ക് വീണിട്ട് ഗോമതി പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും മീനും അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ, ശ്രീദേവിയേച്ചിക്ക് ബോധം വീണെന്ന് പറഞ്ഞു. ബോധം വീണോ? ഗോമതി ചാടി എഴുന്നേറ്റു. എനിക്ക് എന്റെ മോളെ കാണണമെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഗോമതി പോകുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ ആനന്ദിന്റെ അവസ്ഥയെക്കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, നേഴ്സ് പറഞ്ഞത് ആനന്ദേട്ടനെ അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഒരു കാരണവശാലും ആനന്ദിന്റെ അവസ്ഥ നീ പറയരുത് ശ്രീദേവിയോടെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അതിലൊന്നും എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതെങ്ങനെ ശരിയാവും ഗോമതി? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലേട്ടാ, എന്റെ അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ. എന്റെ നെഞ്ച് പൊട്ടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ദേവിമോൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ആ സമയം മീനാക്ഷി എന്നിട്ട് ഗോമതിയുടെ കൈയെടുത്തിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇപ്പൊ അവിടെ ഒന്നും പോയി പറയാൻ നിൽക്കരുത്. നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് അതിന്റെ 1000 മടങ്ങ് ഇരട്ടി വേദനയായിരിക്കും ശ്രീദേവിച്ചിക്ക് ഉള്ളത്. ഒന്നുമല്ലേലും ശ്രീദേവിച്ചിയുടെ കുഞ്ഞല്ലേ മരിച്ചുപോയത്. ആ വേദന നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഇടയ്ക്ക് ആനന്ദേട്ടന്റെ സങ്കടം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രീദേവിച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ സമയത്ത് ശ്രീദേവിച്ചിയുടെ മനസ്സിന് ബലം കൊടുക്കുക ചെയ്യണ്ടേ? ധൈര്യം പകരണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കണം. നമ്മൾ കൊടുക്കുന്ന ധൈര്യത്തിന് ഇപ്പം നല്ല പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. അത് ശ്രീദേവേച്ചിയുടെ മനസ്സിൽ കൊള്ളും. ശ്രീദേവേച്ചി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. മീനും ആ സമയത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാണ്. ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. ഗോമതിയൊക്കെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അതുകൊണ്ട് അമ്മ പറഞ്ഞേ, ഒരു കാരണവശാലും ശ്രീദേവിച്ചിയുടെ മനസ്സിന് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ സംസാരിക്കരുത്. പാപം കുഞ്ഞു പോയതിന്റെ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും അപ്പുറമായിരിക്കും. ദേവി ചേച്ചിയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് അമ്മ ആത്മസമയനം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഗോമതി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് മീനാക്ഷി. അതിനുശേഷമാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നീട് ശ്രീദേവിയുടെ അടുത്തേക്ക് മീനാക്ഷിയും ഗോമതിയും ബാലനും ഒക്കെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഗോമതി എന്നിട്ട് ശ്രീദേവിയോട് പറഞ്ഞു, ഒന്നുമില്ല മോളെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ശ്രീദേവി ഇങ്ങനെ നോക്കി കിടക്കുന്നല്ലാതെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. മോളെ, നീ എന്താ ഇങ്ങനെ കിടക്കണേ? നീ ഇങ്ങനെ കിടക്കരുതേ, അമ്മയെ നോക്കുമെങ്കിലും ചെയ്യ, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി സങ്കടപ്പെടുവാണ്. പക്ഷെ അപ്പോഴും ശ്രീദേവി ഇങ്ങനെ ഒന്നും മിണ്ടാതെ കിടന്നു. പിന്നീട് ബാലന്റെ നേരെ നോക്കുകയാണ്. ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ബാലച്ച, എന്റെ കുഞ്ഞു പോയിട്ടോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ബാലിന്. അപ്പോഴേക്കും ഗോമതിയോട് പറഞ്ഞു, അമ്മേ, എന്റെ കുഞ്ഞു പോയി, ഇനി ആ കുഞ്ഞ് ജീവനോടെ വരത്തില്ല കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ല അമ്മ എന്തൊക്കെ എനിക്ക് വാങ്ങി തന്നെ, ഇനി ഇപ്പൊ അതൊക്കെ വെറുതെയാ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആനന്ദേട്ടൻ തൊട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെറുതെ ആയില്ലേ. പിന്നീട് മീനോട് പറഞ്ഞു, മീനു, എന്റെ കുഞ്ഞു പോയി മീനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, മോളെ, നീ വിഷമിക്കല്ലേ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ബാലച്ചൻ എന്തൊക്കെയാ പറഞ്ഞ്? ബാലച്ചന്റെ കയ്യെ പിടിച്ച് ബാലച്ചന്റെ എന്റെ കുഞ്ഞ് നടക്കുന്നു, കോമതി സ്റ്റോഴ്സ് കൊണ്ടുപോകുന്നു എന്തൊക്കെ പറയുമായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല ബാലച്ചാന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഗോമതിയൊക്കെ ഒന്ന് കരയുവാണ്. അതുപോലെ തന്നെ മീനും സങ്കടം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ആ സമയം മീനു പറഞ്ഞു, ശ്രീദേവിച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയല്ലേന്ന് പറഞ്ഞു. അതെ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ട് പൊട്ടിക്കരയണം. അതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിൽക്കുന്ന അവർക്കൊന്നും ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അത്രമാത്രം വിഷമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നേ. പെട്ടെന്ന് തന്നെ ശ്രീദേവി പറഞ്ഞു, അതെ, എനിക്ക് ആനന്ദേട്ടനെ ഒന്ന് കാണണം, എനിക്ക് ആനന്ദേട്ടനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാൻ വിളിച്ചോണ്ട് വരാൻ മോളേന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പുറത്തേക്ക് പോവാണ്. ആ സമയത്ത്
ഗോമതി പോയി ശ്രീദേവിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞങ്ങളൊക്കെ നിന്റെ കൂടെയില്ലേ, നീ വിഷമിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ദൈവങ്ങളൊന്നും ഇല്ലാന്ന്. ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ദൈവത്തിൽ വിശ്വസിക്കുന്നതൊക്കെ വെറുതെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമതി അവിടെ നിന്ന് കരയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആർക്കാളുള്ള സങ്കടം വരുന്ന കുറച്ച് രംഗങ്ങളൊക്കെയാ, കണ്ടു നിൽക്കാൻ പറ്റാത്ത രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. ശ്രീദേവിയുടെ വിഷമവും ആനന്ദിന്റെ വിഷമവും കുഞ്ഞുപോയ അവരുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.